ഇപ്പം ആർക്കാണ് കസേര എന്ന് ചോദിച്ചാൽ ഇതിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഫ്ലെക്സ് ബോർഡ് വച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നശിപ്പിക്കപ്പെട്ട ഫ്ലെക്സ് ബോർഡ് ഇരുന്നിടത്ത് തന്നെയാണ് പുതിയത് സ്ഥാപിച്ചത്. വി.ഡി. സതീശനെതിരായ ചോദ്യങ്ങളുമായിട്ടാണ് പുതിയ ബോർഡ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘമെന്ന് വിശേഷിപ്പിച്ചത് ആര്? ഈ ചോദ്യങ്ങളൊക്കെയും ഫ്ലെക്സ് ബോർഡിലുണ്ട്. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ ഒന്നാണ്. അദ്ദേഹത്തിന് തന്നെ ഫ്ലെക്സിൽ വി.ഡി. സതീശനെതിരായ ചോദ്യങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ മാറുകയാണോ? വിവരങ്ങൾ എങ്ങനെ? സേതു, കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച ഒരു പരസ്യ പോരിലേക്ക് പോവുകയാണ്. പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ പരസ്യമായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശൻ അനുകൂലികളാണ് ഇന്നലെ തലസ്ഥാനത്തും സംസ്ഥാനത്ത് പലയിടത്തും ഈ പ്രകടനം നടത്തിയത്. അതിൽ ഏറ്റവും വൈറലായ ഒരു ദൃശ്യം ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുന്നതായിരുന്നു. അത് കുഞ്ഞുഞ്ഞിന് ശേഷം കെ.സി. ആവട്ടെ മുഖ്യമന്ത്രി എന്നൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. അതാണ് ആ പ്രകടനത്തിന് ഇടയ്ക്ക് ചില പ്രവർത്തകർ കീറിക്കളഞ്ഞത്. അതിനെതിരെ നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലടക്കം പരസ്യമായ പ്രതികരണം നടത്തി. ഉമ്മൻചാണ്ടിയെ, അത് ഏത് പിന്തുണയാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല, അതിന് പകരം ചോദിക്കും എന്നൊരു പ്രതികരണമാണ് ഇന്നലെ നവമാധ്യമങ്ങളടക്കം നടന്നത്. അതിന് തൊട്ട് മുന്നിലാണ് ഇപ്പോൾ വീണ്ടും കെ.സി. അനുകൂലികൾ വി.ഡി. സതീശനെതിരെ വീണ്ടും ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല എന്ന് പരോക്ഷമായി വി.ഡി. സതീശനെ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ യു.ഡി.എഫ് സർക്കാരിനെ, നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ഇതിൽ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ കെ. സുധാകരനെ KPCC അധ്യക്ഷനെന്ന് മാറ്റാൻ ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയത് ആര് എന്ന ചോദ്യം രണ്ടാമതായി ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകൾ തോറും കൂലിപ്പട്ടാളത്തെ ഇറക്കി പ്രകടനം നടത്തിയത് ആര് എന്ന ചോദ്യമുണ്ട്. കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധം ഉണ്ടാക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമെന്നും അതിൽ പറയുന്നുണ്ട്. ഇന്നലെ സജീവമായി, അതായത് വി.ഡി. സതീശന് അനുകൂലമായി വന്ന ഫ്ലെക്സുകളിലൊക്കെ വന്ന ഒരു കാര്യം, അതിവിടെ സെക്രട്ടേറിയറ്റ് മുന്നിലുമുണ്ട്. നാച്ചുറൽ ചോയ്സ്, സ്വാഭാവിക പിന്തുണ അദ്ദേഹത്തിന്, വി.ഡിക്ക് എന്നൊരു ഫ്ലെക്സാണ് വന്നത്. അത് ഇപ്പോൾ കെ.സി. അനുകൂലികൾ ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ചോയ്സിനെ കേരളം തിരിച്ചറിയും എന്നാണ് ഈ ഫ്ലെക്സിൽ മറുപടി പറയുന്നത്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശന്റെ ഫ്ലെക്സിലും ഈ രീതിയിൽ പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്ന ഒരു പോസ്റ്ററാണ്. അതായത് വി.ഡി. സതീശന്റെ ഫ്ലെക്സിൽ അത്തരം പോസ്റ്ററുകൾ കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോരിൽ പരസ്യമായ ഒരു ഫ്ലെക്സ് പോരിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഇന്നും പരസ്യ പ്രകടനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഡൽഹിയിൽ ഈ ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ കൃത്യമായ ഒരു നിലപാടിലേക്ക്, അതിപ്പോൾ കെ.സി. ആണെങ്കിലും ഡൽഹി ചർച്ചകളിലേക്ക് പോകാം.